നമ്മൾ രാവിലെ കാറിന് വന്നിറങ്ങിയ സ്ഥലത്ത് ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇവിടെ വരാൻ കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ പവർ ബാങ്ക് വർക്കിംഗ് ആയിരുന്നില്ല. സോ ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷനിൽ വന്നാണ് ഞാൻ ചാർജ് ചെയ്തത്. കുറേ പ്ലഗ് ഉണ്ടായിരുന്നു, ഒരൊറ്റ പ്ലഗ് മാത്രമേ വർക്ക് ചെയ്തുള്ളൂ. ഗാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേഷനാണ് കേട്ടോ, ട്രെയിൻ സ്റ്റേഷനാണ്. സോ ഇതൊക്കെ സ്ട്രാസ്ബർഗിൻ്റെതായിട്ടുള്ള ബസ്സുകളാണ്. പാരീസിൽ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ബസ്സാണുള്ളത്. സോ നമ്മൾ രാവിലെ വന്ന അതേ സ്ഥലം ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ യൂറോപ്പിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള, ക്രിസ്മസിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള സ്ട്രാസ്ബർഗിലെ വൈകുന്നേരത്തെ കാഴ്ചയിലേക്ക് നമ്മൾ പോവുകയാണ്. സോ ഞാനങ്ങനെ വീണ്ടും സ്ട്രാസ്ബർഗിൻ്റെ ആ ഒരു ഗാറിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് രാവിലെ ഇവിടെ നിന്നാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ വീണ്ടും നേരെ അങ്ങോട്ട് പോവുകയാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെയല്ല കേട്ടോ, ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഒച്ചയും ബഹളവും പടക്കം പൊട്ടിയും കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. ലൈറ്റ്സിൻ്റെ കളിയാണ്, ലൈറ്റുകൾ കൊണ്ടും പിന്നെ ക്രിസ്മസ് മാർക്കറ്റുകൾ കൊണ്ടുമാണ് സ്റ്റൈൽ. നമ്മുടെ നാട്ടിലത്തെ പോലത്തെ ബഹളം വെച്ചുള്ള ആ ഒരു എൻജോയ്മെൻറ്റ് മൂഡൊന്നും ഇവിടെ ഇല്ല. ഈ പോയതേ ട്രാമാണ്. ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു കാറ്റ് പോലെ ഇങ്ങനെ ഒരു സൗണ്ട് കേട്ട് എന്തോ വരുന്നു. എൻ്റെ ദൈവമേ, എത്ര അടുത്തുകൂടെ ട്രാം പോകുന്നു ഇവിടെ. അങ്ങനെ വീണ്ടും നമ്മൾ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് തിരികെയാണ് ഗൈസ്. ഇതുണ്ട് ജനക്കൂട്ടം നോക്കി എത്ര ആളുകളാണെന്ന്. സ്ട്രാസ്ബർഗിലെ മസ്റ്റ് സി പ്ലേസസ് നോക്കുകയാണെങ്കിൽ ക്ലബ്ബർ സ്ക്വയർ വരും. ആ ഒരു സ്ക്വയറാണത്. ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് കത്തീഡ്രലൊക്കെ വരുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ ക്രിസ്മസ് മാർക്കറ്റ് ഉള്ളത് ഇവിടെയാണ്, ഈ ഒരു ക്ലബ്ബർ സ്ക്വയറിലാണുള്ളത്. ഇനി മേലാൽ ഞാൻ ഈ സ്ട്രാസ്ബർഗിലേക്ക് ക്രിസ്മസിന് വരത്തില്ല, മതിയായിട്ടോ. അത്രയ്ക്ക് ആളുകൾ, അത്രയ്ക്ക് ജനക്കൂട്ടം. ഇവിടെ വല്ല പള്ളിപ്പെരുന്നാളോ പടക്കം പൊടിയിലോ ഉണ്ട്, അതും കുഴപ്പമുണ്ടായില്ല. ഇതതും ഇല്ല. നല്ല പഴയ മോഡലിലെ വണ്ടിയിൽ അപ്പോൾ നമ്മളങ്ങനെ നടന്ന് അടുത്തൊരു ക്രിസ്മസ് മാർക്കറ്റിലെത്തി. ഇതിൽ എഴുതിയിരിക്കുന്നത് ക്രിസ് കിൻഡൽസ് മാർക്ക് അങ്ങനെ എന്തോ ആണ്. ഇത് ജർമ്മൻ ഭാഷയാണ്. അപ്പോൾ ഞാൻ ഒരു പള്ളിയിൽ കയറി പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും പുറത്തേക്ക് ഇറങ്ങി കത്തീഡ്രലിലേക്ക് നടക്കുകയാണ്. രാവിലെ ഇതിലെ പോയി ഫോട്ടോസൊക്കെ എടുത്ത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാനിങ്ങനെ നടക്കുവാണേ. അപ്പം ഇന്നാണല്ലോ ക്രിസ്മസിൻ്റെ ഈവാണ്. ക്രിസ്മസിൻ്റെ കുർബാനയൊക്കെ ചെറിയൊരു കുർബാന കുറച്ച് നേരം കൂടി, അത് കൂടി കഴിഞ്ഞിട്ട് നടക്കുകയാണ്. ഇന്ത്യക്കാരെ കണ്ടിട്ടോ കുറേയധികം പേരുണ്ട്. അതിൽ കൂടുതൽ ഞാൻ കണ്ടത് തമിഴ് ആൾക്കാരെയാണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. മോശം ഞാനങ്ങനെ രാവിലെ നടന്ന വഴികളിലൂടെയൊക്കെ വീണ്ടും നടക്കുകയാണ്. രണ്ട് ഫീലാണ്. ക്രിസ്മസ് മാർക്കറ്റിലും കത്തീഡ്രലിലും പള്ളികളിലും ഒക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോവുകയാണ്. ഞാനിവിടെ നിന്ന് സ്റ്റേ എടുത്തിരിക്കുന്നത് ഏകദേശം 4 കിലോമീറ്റർ ദൂരെയാണ്. സോ അതായത് സ്ട്രാസ്ബർഗ് സിറ്റിയിൽ നിന്ന് 4 കിലോമീറ്റർ പോകണം. ഞാൻ ടാക്സിക്കൊന്നും പോകുന്നില്ല. ട്രാമുണ്ട്, ട്രാമിനും ബസ്സിനുമായിട്ട് പോകാമെന്ന് വിചാരിച്ചു. സോ എനിക്ക് ഇവിടുത്തെ ടിക്കറ്റ്സ് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ പാരീസിൽ എടുത്ത് ശീലമുള്ളത് കൊണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അതുമല്ല, ഞാൻ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ സിറ്റി മാപ്പറാണ്. സിറ്റി മാപ്പർ യൂറോപ്പിൽ എവിടെ പോയി കഴിഞ്ഞാലും സിറ്റി മാപ്പർ നമ്മൾ പോകുന്ന സിറ്റിയിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ വന്നപ്പം സ്ട്രാസ്ബർഗിൻ്റെ സിറ്റി ഇട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ കുഴപ്പമില്ല, നോക്കട്ടെ എങ്ങനെ. അപ്പോൾ ഞാനുണ്ടല്ലോ €4.60 ഒരു അൽസ പ്ലസ് 24 hours എന്ന് പറഞ്ഞ ടിക്കറ്റ് പർച്ചേസ് ചെയ്തിരിക്കുകയാണ്. 4 hours ആണ്. അത് മേടിക്കുന്ന സമയം തൊട്ട് 24 hours യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും മിക്കവാറും വേണ്ടത്. ബില്ലറ്റ് ഫ്രീ. ഞാനെടുത്ത ടിക്കറ്റ് ഞാനിവിടെ ഓൾറെഡി 24 hours വാലിഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോറി, നിങ്ങൾ കണ്ടില്ല അല്ലേ? ഓൾറെഡി ഇവിടെ 24 hours വാലിഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഞാനങ്ങനെ ട്രാം എടുത്തു കഴിഞ്ഞതിന് ശേഷം വന്നിറങ്ങിയപ്പോൾ തന്നെ ബസ് വന്നു. ഓടുമായിരുന്നു കേട്ടോ ബസ് പിടിക്കാൻ വേണ്ടി. അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. സോ കയറി നമ്മുടെ പാരീസിലുള്ളതുപോലെ തന്നെ യൂറോപ്പിലുള്ളതുപോലെ തന്നെ ഒരു ബസ്, ഒരു ചെറിയൊരു കുട്ടി ബസ്. കുറച്ച് പേരുണ്ട്, ഒരു 10 പേരൊക്കെ ഉള്ളൂ ഇതിനകത്തുള്ളൂ. അത് ഹോസ്റ്റൽ വേൾഡ് പറയുന്നൊരു ആപ്ലിക്കേഷൻ വഴി ഞാൻ ബുക്ക് ചെയ്തൊരു ഹോസ്റ്റലാണ്. €40 ആണ് ഒരു ദിവസം സ്റ്റേ ചെയ്യുന്നതിനവിടെ. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം രാത്രി
8 മണി ആയിട്ടേ ഉള്ളൂ. 8 മണി ആയപ്പോഴത്തേക്കും ഞാൻ രാവിലെ പാരീസിൽ നിന്ന് സ്ട്രാസ്ബർഗിലേക്ക് എത്തി. ഉച്ചയപ്പോൾ സ്ട്രാസ്ബർഗിലെത്തി. ഇവിടുത്തെ രാവിലത്തെയും രാത്രിത്തെയും കാഴ്ചകൾ കണ്ട് കത്തീഡ്രലിൻ്റെ മുകളിലും കയറി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഹോസ്റ്റലിലേക്ക് പോവുകയാണ്. ഏകദേശം ഒരു 10 മിനിറ്റ് നടന്നു കഴിഞ്ഞതിന് ശേഷം ഞാനിവിടെ എത്തിയിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഇതാണ് സംഭവം. നിങ്ങളിനി ആരെങ്കിലും സ്ട്രാസ്ബർഗിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഇതെടുത്തോളൂ. ഒരു കുഴപ്പമില്ല, ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇനിയാണ് എൻ്റെ എൻട്രി. അപ്പോൾ ഞാനങ്ങനെ റൂമിലെത്തി. ഡോർമെട്രിയാണ്. 1, 2, 3, 4 പേർക്കുള്ള ഡോർമെട്രിയാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരും എത്തിയിട്ടില്ല. സോ ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് ഡോർമെട്രി. ഹോസ്റ്റൽ വേൾഡ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ബുക്ക് ചെയ്തതാണ്. ഞാനിവിടെ ഇതിനു മുമ്പ് ലിയോണിലൊക്കെ പോയപ്പോഴും ഇങ്ങനെ തന്നെയാണ് ഞാൻ റൂം ബുക്ക് ചെയ്തത്. 2ാം നമ്പറിലാണ് നമ്മുടെ ഡോർമെട്രി വന്നിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെട്ടം നല്ല നീറ്റാണ്, കുഴപ്പമില്ലാണ്. ഇവിടെയാണ് ഷവറിനുള്ളത്. ഈ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. നല്ല അടിപൊളി, എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പണ്ട് ഞാൻ ലിയോണിൽ പോയപ്പോഴാണെങ്കിലും ഉണ്ടല്ലോ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. ഇവിടെ പക്ഷേ അങ്ങനെയൊന്നുമില്ല. കൊള്ളാം, സൂപ്പർ. ഇനി വരുവാണെങ്കിലും ഞാൻ നിങ്ങൾക്കെല്ലാം റെക്കമെൻഡ് ചെയ്യുന്നു. സ്ട്രാസ്ബർഗ് വരുന്നവർ എന്തായാലും ഇത് തന്നെ കണ്ണും ബുക്ക് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. ക്രിസ്മസിൻ്റെ പാട്ട് കാണിക്കും. നമ്മൾ ഒരേ ഹോസ്റ്റലിലേക്ക് ഒരേ റൂമിലേക്ക് വരുന്ന ഒരേ ഡോർമെട്രി എടുത്ത് വരുന്ന ആൾക്കാർ തമ്മിൽ ഓർഗനൈസ് ചെയ്യുന്ന ഇവൻറ്റ്സ് അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റും. കൈൻഡ് ഓഫ് ഒരു ഡേറ്റിംഗ് സൈറ്റ് പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഡേറ്റ് ചെയ്ത ആൾക്കാർ എനിക്കറിയാം. ഈ ഒരു വീഡിയോ ഒഫീഷ്യലി ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. സോ ഇത്ര നേരം വീഡിയോ കണ്ട എല്ലാവരോടും താങ്ക് യു. സ്ട്രാസ്ബർഗിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. സോ നാളെ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്, മെറി ക്രിസ്മസ്. എല്ലാവരും കുടുംബാംഗങ്ങളുമായിട്ട് ഒന്നിച്ച് സ്നേഹത്തോടെ കേക്കെല്ലാം മുറിച്ച് എൻജോയ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയൊരു വർഷത്തെ വരവേൽക്കുക. വീഡിയോ കാണുന്ന പാരീസിലേക്ക് വരാൻ നിൽക്കുന്ന എല്ലാ വിദ്യാർത്ഥികളോടും അത് തന്നെ എനിക്ക് പറയാനുള്ളൂ. സീ യു സൂൺ, ബൈ ബൈ. ഇനി എനിക്ക് ഫ്രഷ് ആവണം. ഫ്രഷ് ആയി കഴിഞ്ഞ ശേഷം നമ്മൾ ഇന്ന് രാവിലെ തൊട്ട് എടുത്ത വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കുറേയധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് പനി പിടിച്ച് കിടക്കുമായിരുന്നു, അങ്ങനെയൊന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ ഇത്രയും നേരം വീഡിയോ ഉണ്ട് എല്ലാവരോടും ഒന്നുകൂടി താങ്ക് യു വെരി മച്ച്. അപ്പം നാളത്തെ പുതിയൊരു വീഡിയോയിൽ കാണാം. ഇനിയും കുറേയധികം പുതിയ യാത്രകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. ബൈ ബൈ, സീ യു സൂൺ.